ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള വീട് കൂടെയാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ PU പാനൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മാർബിൾ ടെക്സ്ചർ വരുന്ന തരത്തിലുള്ള പാനലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് പാനലിംഗ് ചെയ്തിരിക്കുന്നു മാർക്കറ്റിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ബാംബു ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പാനലിംഗ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കമ്പനികൾ പറയുക. പ്രയർ റൂമിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് വരുന്നത്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. ഭംഗിയുള്ള ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് വാള് നൽകിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്ത്. അസാം ഇവിടെ ഈ ഒരു വാൾ പാനൽ കംപ്ലീറ്റ് ആയിട്ട് ചാർക്കോൾ പാനലല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലൊരു 3D ഒരു എംബോസ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇതേപോലെ ഉള്ളിലൊരു എക്സ്ട്രൂഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് നമ്മുടെ UV മാർബിൾ ഷീറ്റ്സ് ആണ് വരുന്നത്. UV മാർബിളിൽ വരുന്നത് 2 mm UV മാർബിൾ ഷീറ്റ്സ് ഹൈ ഗ്ലോസി ആണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മാർബിളിന്റെ സെയിം ടെക്സ്ചറിൽ ഇതിന്റെ മെയിൻലി വരുന്നത് 100% ടെർമൈറ്റ് പ്രൂഫ് ആണ്. ഇത് ചെതല് പിടിക്കില്ല. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്, നനഞ്ഞാൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ബാത്റൂം സൈഡിൽ വരുന്ന വാൾസ് ഉണ്ടല്ലോ, അതിൽ ഈ നനവ് കാരണം ഡാമേജ് കാരണം പെയിന്റ് പൊളിഞ്ഞു വരുന്ന പ്രശ്നമാണ്. തീർച്ചയായും അതിനൊരു വലിയൊരു സൊല്യൂഷനാണ് ഇത് കവർ ചെയ്യാൻ നമുക്ക്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരു മോഡേൺ കണ്ടംപററി വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. ഒരു ലക്ഷറി സ്റ്റൈൽ വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ വീടിന്റെ എലവേഷൻ ഡിസൈനും ഇന്റീരിയർ ഡിസൈനും ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുള്ള വീട് കൂടെയാണ്. നമുക്ക് എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും വീടിന്റെ ഡീറ്റെയിലിങ്ങിനെ കുറിച്ചും വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ ബെറ്റർ ഹോമിൽ ഞങ്ങൾ കവർ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകൾക്കും ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ബിൽഡേഴ്സ് ആണെങ്കിലും ആ ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ബിൽഡേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആകൃതി ഇൻറ്റീരിയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ് ഈ ഒരു വീട്ടിൻ്റെ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്കുകളും ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഒരു ലക്ഷറി സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയറാണ് ഈ വീടിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മോഡേൺ സ്റ്റൈലിൽ വരുന്ന ഒരു എലവേഷൻ ഡിസൈനാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത്. കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പിൽ വരുന്ന കണ്ടംപററി സ്റ്റൈൽ എലവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. വീടിൻ്റെ കാർ പോർച്ച് ഏരിയയാണ് ഫസ്റ്റ് നമുക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്നത്. ഒരു കാൻറ്റിലിവർ പോർഷനായിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ എലവേഷനിൽ സ്ട്രിപ്പ് ലൈറ്റുകൾ കൊണ്ട് പ്രൊഫൈൽ ലൈറ്റുകളുടെ വലിയൊരു കണക്ഷൻ കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് സ്ട്രിപ്പ് ലൈറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗ് മെറ്റീരിയലിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളറിൽ വരുന്ന വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 15 mm തിക്നെസ് വരുന്ന കനം കൂടിയിട്ടുള്ള തരത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലിൻ്റെ ഫിനിഷ് വരുന്നത് ഒരു ഗ്രാനൈറ്റിൻ്റെ ലെപ്പോത്ര ഫിനിഷിലാണ് ഈ ഒരു ടൈൽ വരുന്നത്. സ്റ്റെപ്പുകൾക്കും സെയിം തരത്തിലുള്ള ടൈലുകൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 3 ചെയറുകളാണ് ഇവിടെ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ചെയറുകൾക്ക് നൽകിയിരിക്കുന്നത്. വിൻഡോസിൻ്റെയും ഡോറുകളുടെയൊക്കെ ഡിസൈനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡേൺ ഫീൽ കിട്ടുന്ന രീതിയിലാണ് വിൻഡോസും ഡോർസും ഒക്കെ ചെയ്തിരിക്കുന്നത്. ലിൻഡൽ ഹൈറ്റ് ഇവിടെ 8 feet കൊടുത്തത് കൊണ്ട് തന്നെ ഡോർസും വിൻഡോസും അല്പം എലിവേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സിമ്പിളായിട്ടുള്ള പ്ലെയിൻ ഗ്ലാസ് മോഡലാണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ മോഡേൺ ഗ്രൂസ് വരുന്ന രീതിയിലാണ് ഈ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 130 cm ആണ് ഡോറിന് വീതി നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോറായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും എന്നുള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. മരം കൊണ്ട് തന്നെയുള്ളൊരു ഹാൻഡിൽ ഇതിന് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലോക്കാണ് ഈ ഒരു ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ സൈഡ് എങ്ങനെയാണ് എന്ന് കാണാം. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ വലത് ഭാഗത്ത് ഇവിടെ ഒരു ഏരിയ കോർട്ട്യാർഡ് സ്പേസ് പോലെ നൽകിയിട്ടുണ്ട്. അതിൽ നാച്ചുറൽ പ്ലാന്റ് നൽകിയിരിക്കുന്നു. മുകളിൽ നിന്നും നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ട്. മുകളിൽ ഗ്ലാസ് റൂഫിംഗ് നൽകിയിട്ട് ആ ഒരു ഭാഗം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് മാത്രം ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. എൻ്റെ ഇടത് ഭാഗത്താണ് ഇവിടുത്തെ ഫോർമൽ ലിവിങ് സ്പേസ് വരുന്നത്. ഫോയർ സ്പേസിൻ്റെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാള് പാനലിങ് ചെയ്തിരിക്കുന്നു. മാർക്കറ്റിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ബാംബു ചാർക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ പാനലിങ് ചെയ്തിരിക്കുന്നത്. 8 feet ഉയരത്തിലാണ് പാനലിങ് ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലൊക്കെ ഗോൾഡൻ സ്ട്രിപ്പുകൾ ഇതേപോലെ നൽകിയിട്ടുണ്ട്. നമുക്ക് വാൾ പാനലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന വളരെ നല്ലൊരു മെറ്റീരിയലാണ് ബാംബു ചാർക്കോൾ. ഹംപ്ടൺ ഡെക്കോർ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ ഒരു ബാംബു ചാർക്കോൾ ഇറക്കുന്നത്. അവർക്ക് ഇത്തരത്തിലുള്ള മാറ്റ് ഫിനിഷ് പാനലുകൾ മാത്രമല്ല ഗ്ലോസി ഫിനിഷ് പാനലുകൾ
പാനലുകളും ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്ന പാനലുകളും അവൈലബിൾ ആണ്. അതായത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇതിനകത്തു നിന്നും ഗ്ലിറ്ററിങ് ഫീൽ വരുന്ന തരത്തിലുള്ള പാനലിങ്ങും അവൈലബിൾ ആണ്. ഈ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള പാനലുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഒന്ന് കാണാം. ഫോർമൽ ലിവിങ്ങിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ പാനലിങ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്ന തരത്തിലുള്ള ആ ഒരു ചാർക്കോൾ പാനൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എഡ്ജുകളെല്ലാം 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ നോർമൽ ലാമിനേറ്റ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണത്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ PU പാനൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലക്ഷറി ഫീൽ നമ്മുടെ ലിവിങ് സ്പേസിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള PU പാനലുകൾ സഹായിക്കും. MDFന് മുകളിൽ PU കോട്ടഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, ഈ ഒരു പാറ്റേണുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോർമൽ ലിവിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 സീറ്റേഴ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇവിടെ ഇരിക്കാം. ഈ ഒരു സൈസിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു സോഫ സീറ്റേഴ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫോർമൽ ലിവിങ്ങിൽ നിന്നും തിരികെ നമ്മൾ ഫോയർ സ്പേസിലേക്ക് വരുന്നു. ഇവിടെ ഒരു വാള് പോലും വെറുതെ വേസ്റ്റ് ആക്കി ഇട്ടിട്ടില്ല. എല്ലാ ഭാഗവും വളരെ ഭംഗിയാക്കി വൃത്തിയാക്കി ചെയ്തു വെച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വേറൊരു കോമ്പിനേഷനിൽ വരുന്ന പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സെയിം ചാർക്കോൾ പാനൽസ് തന്നെയാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ മാറ്റ് ഫിനിഷിൽ വരുന്ന പാനലുകളാണ് അതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മാർബിൾ ടെക്സ്ചർ വരുന്ന തരത്തിലുള്ള പാനലിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ ഇതേപോലെയുള്ള ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒരു മിറർ ആർട്ട്, ഇതേപോലെ ഗോൾഡൻ ബോർഡർ വരുന്ന നല്ല ഭംഗിയുള്ളൊരു മിറർ ആർട്ട് ഇവിടെ നൽകി അതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ലാമ്പ്, ഒരു ലൈറ്റ് കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫാമിലി ലിവിങ് സ്പേസിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഒരു ലോഞ്ചർ ടൈപ്പ് സോഫയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് സോഫ പണിതിരിക്കുന്നത്. നേരെ ഈ ഭാഗത്ത് ഫുൾ ലെങ്ത്തിൽ വരുന്ന കേർട്ടൻസ് നൽകിയിരിക്കുന്നു. ഡബിൾ ട്രാക്ക് ആയിട്ടാണ് കേർട്ടൻ നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് ഔട്ട് കേർട്ടൻസും ഷിയർ കേർട്ടൻസും ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു TV യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലേക്ക് മൊത്തത്തിൽ ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു TV യൂണിറ്റിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഞാൻ പറയാം. ഈ ഭാഗത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് ആണ്. നോർമൽ നമ്മളുടെ മൈക്ക ലാമിനേറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് പാനൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാംബു ചാർക്കോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് കളർ ഗ്രൂസ് കൂടെ നൽകിയ സമയത്ത് നല്ലൊരു ലക്ഷറി ഫീലിലേക്ക് ആ ഒരു TV യൂണിറ്റിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫാമിലി ലിവിങ് സ്പേസും ഫോർമൽ ലിവിങ് സ്പേസും തമ്മിലുള്ള ഒരു സെപ്പറേഷനാണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ നൽകിയിരിക്കുന്നു. ഗ്ലാസ് സെപ്പറേഷൻസ് ആണ് 2 ഭാഗത്തും നൽകിയിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ നമ്മൾ ആ ലക്ഷറി ടൈപ്പ് PU ഫിനിഷിൽ വരുന്ന പാനലുകൾ കണ്ട ഭാഗത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെയുള്ള ഷെൽഫുകൾ നൽകിയിട്ട് ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാമിലി ലിവിങ് സ്പേസിനോട് ചേർന്ന് ഒരു ബെഡ്റൂം ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് 3 ബെഡ്റൂമുകളും, അങ്ങനെ ടോട്ടൽ 5 ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഓരോ ബെഡ്റൂമുകളും നമുക്ക് കാണാം. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ കോമൺ സ്പേസുകളൊക്കെ ഒന്ന് കണ്ടു തീർക്കാം. കോമൺ സ്പേസിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ആ ഫോയർ സ്പേസ് ഒരു പാസേജ് സ്പേസിലേക്ക് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എൻ്റെ ഇടത് ഭാഗത്ത് പുറത്തുള്ളൊരു പാറ്റിയോ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലത് ഭാഗത്ത് ഒരു പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രെയർ ഏരിയയുടെ വാളിലെല്ലാം ഇതേപോലെ വാൾ പാനലിങ് ചെയ്തിരിക്കുന്നത് ഹംപ്ടൺ ഡെക്കോറിൻ്റെ ചാർക്കോൾ പാനലുകൾ യൂസ് ചെയ്തിട്ടാണ്. ഇത്തരം ഷീറ്റുകൾ 8x4 സൈസിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക. തിക്നെസ് വരുന്ന ഷീറ്റുകളാണ്. ഒരു 5mm 6mm തിക്നെസ് ഇത്തരം ഷീറ്റുകൾക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഭിത്തിയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് കമ്പനികൾ പറയുക. പെർഫെക്ഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാക്ക് പാനലായിട്ട് പ്ലൈവുഡോ മൾട്ടിവുഡോ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഇനിയിപ്പോൾ അത്യാവശ്യം ബെൻഡൊന്നും ഇല്ലാത്ത ഡയറക്റ്റ് പുട്ടിയിട്ട വാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത്തരത്തിലുള്ള ബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. 9 അടി ഹൈറ്റിലുള്ള പാനലുകളും ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. ഓരോ 4 അടി കഴിയുമ്പോഴും ഇത്തരത്തിലുള്ള ഗോൾഡൻ സ്റ്റൈലിലും സിൽവർ സ്റ്റൈലിലൊക്കെ വരുന്ന T പ്രൊഫൈൽസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പാനലുകൾ തമ്മിൽ പരസ്പരം ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഈ ഒരു സ്പേസിൽ ഒരു പ്രെയർ ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് പ്രെയർ ഏരിയ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡോറ് മുഴുവൻ ഇത്തരത്തിലുള്ള ബാംബു ചാർക്കോൾ പാനൽ ഉപയോഗിച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. പ്രെയർ ഏരിയയ്ക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നമസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സ്പേസും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കാർപ്പറ്റ്സുമാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു.
പ്രെയർ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു പാറ്റിയോ സ്പേസ് വരുന്നത്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഫ്ലോറിംഗ് മെറ്റീരിയലായിട്ട് വിട്രിഫൈഡ് ടൈല് കൊടുത്തിരിക്കുന്നു. അതിൽ തന്നെ ഒരു ബ്ലൂ മാറ്റ് ഫിനിഷ് ഒരു സാറ്റിൻ ഫിനിഷ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ക മാറ്റ് ഫിനിഷ് അല്ല, ഒരു സാറ്റിൻ ഫിനിഷ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാൽ നൽകിയിരിക്കുന്നു. നാച്ചുറൽ പ്ലാന്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെയേഴ്സ് നൽകിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ വന്നിരുന്ന് സംസാരിക്കാവുന്ന നല്ലൊരു ഏരിയ ആണിത്. നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റും അതേപോലെ കാറ്റും വീടിനകത്തേക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ഒരു ഗ്രിൽ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയ നൽകിയിരിക്കുന്നു, അതിന് റൂഫ് ഏരിയ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് നല്ല സേഫായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോയർ സ്പേസിൻ്റെ സീലിംഗ് നമ്മൾ പറയാൻ വിട്ടുപോയതാണ്. വെനീർ ലാമിനേറ്റ് ചെയ്തിട്ട് ഒരു വുഡൻ ടെക്സ്ചർ എഫക്റ്റ് ആണ് സീലിംഗ് ഏരിയക്ക് നൽകിയിരിക്കുന്നത്. അതിൽ ഒരു കോർണറിലൂടെ ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ ലെങ്തി ആയിട്ട് പോകുന്നുണ്ട്. ഈ ഒരു സ്പേസിൻ്റെ ആംബിയൻസ് തന്നെ ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സ്പേസിൽ തന്നെയാണ് അപ്സ്റ്റെയറിലേക്ക് വരുന്ന സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. രണ്ട് ഭാഗത്തും PVC ലാമിനേറ്റ് ചെയ്തിട്ട് ഒരു ഇറ്റാലിയൻ മാർബിൾ ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെപ്പുകൾക്ക് സോളിഡ് വുഡ്, യഥാർത്ഥ ഒറിജിനൽ മരമാണ് അവർ സ്റ്റെപ്പുകളായിട്ട് നൽകിയിരിക്കുന്നത്. ഫോയർ സ്പേസിൽ നിന്നും നേരെ നമ്മൾ കയറി വരികയാണെങ്കിൽ ഒരു ഓപ്പൺ കിച്ചണും അതിനോട് ചേർന്നൊരു ഡൈനിങ് സ്പേസുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമൺ സ്പേസ് ഏരിയ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് ലക്ഷറി എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റാണ്. ഗോൾഡൻ തരത്തിലുള്ള ഒരു ഗ്ലാസ് പാനലുകളൊക്കെ വെച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. സീലിംഗ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം കോമ്പിനേഷൻ്റെ കൂടെ തന്നെ ഹംടം ഡെക്കോറിൻ്റെ ഗ്ലാസ് ഫിനിഷിൽ വരുന്ന ബാംബു ചാർക്കോൾ പാനൽ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു അക്രിലിക് ഫിനിഷിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം കാറ്റഗറി പ്രൊഡക്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഗ്ലാസ് ഫിനിഷ് പാനലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ടാവും. അതിൽ നിന്നും നിങ്ങൾക്ക് നമ്പർ എടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഡെലിവർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്പേസിൻ്റെ ആ ഒരു ഓപ്പൺ ഫീൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ഭാഗത്തും വലിയ വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. മുഴുവനായിട്ട് ഫുൾ ലെങ്ത് കേർട്ടൻസ് നൽകിയിരിക്കുന്നു. ഈ ഷിയർ കേർട്ടൻ നമ്മൾ ഇതേപോലെ മാറ്റുകയാണെങ്കിൽ വീടിനകത്തേക്ക് ആവശ്യത്തിന് നാച്ചുറൽ ലൈറ്റ് എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും അല്പം അകത്തേക്ക് മാറി ഒരു പ്രൈവസി ഉള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മിറർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് വാള് നൽകിയിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ മൊസൈക്ക് പാനൽ ടൈൽസ് എന്നാണ് വിളിക്കുക. ചെറിയ 1 ഫീറ്റ് ലെങ്ത്തിൽ വരുന്ന പാനൽസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുക. ഇത് കട്ട് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു ഏരിയ അവർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്കിൽഡ് ലേബർ ആവശ്യമുള്ളൊരു ജോലി കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പാനലിംഗ് വർക്ക് ചെയ്യുക എന്നുള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈവൻ ഈ വാഷ് ബേസിൻ ഏരിയ പോലും ടൈൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ടൈലാണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത്. 15 mm തിക്നെസ് വരുന്ന തരത്തിലുള്ള ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ടൈലുകൾ തന്നെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത്രയും തിക്നെസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള 3 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു അലൈൻമെൻറ്റ് പറയുകയാണെങ്കിൽ ഈ ഭാഗത്താണ് റെഫ്രിജറേറ്റർ നൽകിയിരിക്കുന്നത്, ഈ ഭാഗത്താണ് സിങ്ക് നൽകിയിരിക്കുന്നത്, ഈ ഭാഗത്താണ് ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത്. ഒരു വൈറ്റ് ഫിനിഷ് കിച്ചനാണ് ഇവിടെ ഡിസൈനേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് വൈറ്റ് കളർ യൂസ് ചെയ്തിരിക്കുന്നു. കിച്ചന് വൈറ്റ് ലാക്വേർഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിനോട് ചേർന്ന് കോമ്പിനേഷനായിട്ട് വുഡൻ ഓപ്പണിങ്സുകൾ നൽകിയിരിക്കുന്നു. വുഡൻ ലാമിനേറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് അണ്ടർ ക്യാബിനറ്റ്സ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കിച്ചൻ്റെ ആംബിയൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ്സുകൾ സഹായിക്കുന്നുണ്ട്. ഇത് ഫോർമൽ കിച്ചൺ സ്പേസ് ആണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഡോറുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സെയിം പാനലിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന ചാർക്കോൾ പാനൽസ് തന്നെയാണ് ഡോർ പാനലിങ്ങിനും യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഡോറിൻ്റെ രണ്ട് ഭാഗത്തും ഇത്തരത്തിലുള്ള സെയിം പാറ്റേണിൽ വരുന്ന പാനലിങ് യൂസ് ചെയ്തിരിക്കുന്നു. അതിലൊരു ഗോൾഡൻ സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. കളർ കോമ്പിനേഷൻസ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോർ പാനലിങ് സെയിം പാനലിങ്ങിൻ്റെ ടെക്സ്ചറിലേക്ക് ചെയ്യുന്നത്. ചാർക്കോൾ പാനൽ ശരിക്കും ഈ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വീടിനകത്തേക്ക് കയറി വരുന്ന ഭാഗത്ത് വാൾ പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ഡൈനിങ് സ്പേസിൽ സീലിംഗ് പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഇപ്പം ഡോർ പാനലിങ്ങിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്ത് നമ്മൾ കാണുകയും
പറയുകയുണ്ടായി. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ബാംബു ചാർക്കോൾ എന്ന് പറയുന്നത്. വർക്ക് ഏരിയ സ്പേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് വൈറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ബേസ് ക്യാബിനറ്റ് ആയിട്ട് ഗ്രേ ഫിനിഷ് ലാക്വേർഡ് ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിൽ അപ്പർ ക്യാബിനറ്റ് എല്ലാം വൈറ്റ് ഫിനിഷ് ലാക്വേർഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. വുഡൻ കോമ്പിനേഷൻസ് നൽകിയിരിക്കുന്നു. ബെഡ്റൂമുകളുടെ ഡിസൈനാണ് ഇനി നമ്മൾ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഒരു വാം ടോണിലാണ് ഈ ഒരു ബെഡ്റൂം മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ ഒക്കെ നൽകിയിട്ട് നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ 4 മീറ്ററാണ് ഇവിടെ ലെങ്ത് വരുന്നത്. 4.5 മീറ്ററാണ് ഇവിടെ വിഡ്ത്ത് ഈ ഒരു ഭാഗം വരുന്നത്. ബേ വിൻഡോ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. വിൻഡോയുടെ ഭാഗത്താണ് ബേ വിൻഡോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല നാച്ചുറൽ ലൈറ്റ് ഈ ഭാഗത്ത് നിന്നും നമ്മുടെ റൂമിനകത്തേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബേ വിൻഡോ സഹായിക്കുന്നുണ്ട്. ബ്ലൈൻഡാണ് ഇവിടെ ബേ വിൻഡോയ്ക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. സൈഡ് ടേബിളിൻ്റെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ പാനലുകളെല്ലാം ബാംബു ചാർക്കോൾ പാനലുകളാണ്. കുഷൻ ഉപയോഗിച്ച് സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു വാർഡ്രോബ് സ്പേസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇതിന് പുറകിലാണ് മിറർ ഏരിയയും വാർഡ്രോബ് ഏരിയയും ഒക്കെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വീട് ഇതേപോലെ ഹോം ടൂർ ആയിട്ട് കവർ ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് ഹംടം ഡെക്കോർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവരാണ് ഈ ഒരു പാനലുകൾ ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചും നമുക്ക് അവരിൽ നിന്ന് വന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിനുള്ളതെന്നുള്ള കാര്യം. ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹംടം ഡെക്കോറിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ കൂടെ വന്നിരിക്കുന്നത്. അസാം, വെൽക്കം ബാക്ക്. ഇതിന് മുമ്പ് മൈ ബെറ്റർ ഹോമിൻ്റെ വീഡിയോയിൽ അസാമ വന്നിട്ടുണ്ട് അല്ലേ? ഒരു വർഷം മുമ്പ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു ഫീച്ചറിങ് ഒരു വീഡിയോ ചെയ്ത സമയത്തായിരുന്നു നമ്മൾ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു വീട്ടിൽ ചെയ്തത് നമ്മളൊരു ഫുള്ളി ഹോം ടൂറായിട്ട് കവർ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇനിയും അറിയാത്ത ആളുകൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? തീർച്ചയായും. നമുക്കിതിൻ്റെ മെയിൻലി വരുന്നത് 100% ടെർമൈറ്റ് പ്രൂഫാണ്. ഇത് ചെതല് പിടിക്കില്ല. പിന്നെ വാട്ടർ പ്രൂഫാണ്, നനഞ്ഞാൽ പ്രശ്നമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ബാത്റൂം സൈഡിൽ വരുന്ന വാൾസ് ഉണ്ടല്ലോ, അതിൽ ഈ നനവ് കാരണം ഡാമേജ് കാരണം പെയിന്റ് പൊളിഞ്ഞു വരുന്ന പ്രശ്നമുണ്ട്. തീർച്ചയായും അതിനൊരു വലിയൊരു സൊല്യൂഷനാണ് ഇത് കവർ ചെയ്യാൻ നമുക്കത് യൂസ് ചെയ്യാം. അതായത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫുള്ളി വാട്ടർ പ്രൂഫാണ് ഇത്. അപ്പം നമുക്ക് വെള്ളം തട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഈ കളർ ഇളകി പോവുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിനിഷിങ്ങിന് മാറ്റം വരികയോ ഒന്നും ചെയ്യില്ല. ഓക്കെ. അപ്പം ഈ പ്രൊഡക്റ്റുകൾ 8x4 സൈസിൽ വരുന്ന ഷീറ്റുകളായിട്ടാണ് അവൈലബിൾ ആവുന്നത് അല്ലേ? 5mm തിക്നെസ്സിൽ നമുക്ക് 8x4 ഷീറ്റ്സ് ആണ്. നമുക്ക് വേറെ അവൈലബിൾ ആയിട്ട് വരുന്നത് 9.5 ഫീറ്റിലാണ് വരുന്നത്. 2 സൈസിൽ വരുന്നത് അവൈലബിൾ ആണ്. അത് 8mm തിക്നെസ്സിലും നമുക്ക് അവൈലബിൾ ആണ്. ശരി. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഫോയർ സ്പേസിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വാൾ പാനൽസിന് ഡോർസിനൊക്കെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേപോലെ ബെഡ്റൂം പാനലിങ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂം മാത്രമേ നമുക്ക് ഇതുപോലെ കർവ്ഡ് ഇതും ഈ പറയുന്ന ചാർക്കോൾ പാനൽ തന്നെയാണോ? ശരിക്കും ഇത് ബാംബു ചാർക്കോൾ എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേര് വരുന്നത് അല്ലേ? ഹംടം ഡെക്കോർ ആണ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അല്ലേ? നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാം, ഒന്ന് പരിചയപ്പെടുത്താമോ? നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ട്രേഡിഫൈഡ് ട്രേഡേഴ്സ് ആണ് നമ്മുടെ കമ്പനി. നമ്മളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഇത് വരുന്നത്. ശരി. ഹംടം ഡെക്കോറിന്റെ ബ്രാൻഡാണ്, രജിസ്റ്റേർഡ് ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും ഡെലിവറി ആളുകൾക്ക് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പം സൗത്ത് ഇന്ത്യ മൊത്തം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മളത് പാർസൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എറണാകുളത്താണ് നമ്മുടെ മെയിൻ വരുന്നത്. പിന്നെ വരുന്നത് കോഴിക്കോട് വരുന്നുണ്ട്, ട്രിവാൻഡ്രം വരുന്നുണ്ട്. നിങ്ങളുടെ ഗോഡൌണും കാര്യങ്ങളൊക്കെ എറണാകുളത്താണ് വരുന്നത്. ഇവിടുന്ന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. ഡെലിവറി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. യെസ്. അപ്പോൾ ഇവിടെ ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ബെഡ്റൂം പാനലിംഗ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റാണ്. സൈഡ് ടേബിൾസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ സൈഡ് കർവ്ഡ് ഏരിയാസ് വരുന്നിടത്തൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കുറേ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ മിററിന് വരുന്ന ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഹംടം ഡെക്കോറിന്റെ പാനലിംഗ് കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം ബേസ് മെറ്റീരിയൽ ആയിട്ട് പ്ലൈവുഡോ മൾട്ടിവുഡോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യല്ലേ? പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടായിരിക്കും, കർവ്ഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ പ്ലൈവുഡ് ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ? റൈറ്റ്. അതിന് മുകളിൽ ഇത് ലാമിനേറ്റ് ചെയ്ത് ഗമ്മിൽ ഒട്ടിക്കുകയാണോ ചെയ്യുന്നത്? സിലിക്കോൺ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പറ്റും. നമ്മൾ നോർമൽ ലാമിനേറ്റ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് ഈ ബാംബു ചാർക്കോൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ടൈപ്പ് വരുന്നുണ്ട്. ഗ്ലിറ്ററി സീരീസ് വരുന്നുണ്ട്, മിറർ സീരീസ് വരുന്നുണ്ട്, പിന്നെ ഈ പ്രൊജക്ഷണൽ ടൈപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്താലും ടെക്സ്ചേർഡ് ഫിനിഷ് നമുക്ക് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ അഡ്വാൻറ്റേജസ്. കറക്റ്റ്.
അപ്പോൾ ഈ വാളിൽ ഇപ്പോൾ ഡോർ പാനലിങ്ങിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് 4 ഫീറ്റിനേക്കാളും കൂടുതൽ വരുന്ന ഡോറാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? അതെ, ഇതിന് പിന്നെ സെപ്പറേറ്റ് നമുക്ക് വേറെ വരുന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ഗ്ലിറ്ററിയാണ്. നമുക്ക് സ്പോട്ട് ലൈറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലിറ്ററി എഫക്ട് വരുന്നുണ്ട്. അതിനകത്ത് ആ ലാമിനേറ്റിന്റെ മുകളിൽ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ്, ഒരു ഗിൽറ്റ് എഫക്റ്റ് അതിന്റെ മുകളിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. വിസിബിൾ ആയിട്ട് ഒരു വാം ലൈറ്റിൽ അതിലേക്ക് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്തെടുക്കാൻ പറ്റും. മെയിനായിട്ട് മാർക്കറ്റേഴ്സ് ആണല്ലോ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ ഈ ഒരു പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ ഒരു ബെഡ്റൂമിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മളിപ്പം ഇതിൽ ഈ സൈഡ് ടേബിളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലാമിനേറ്റ് നമ്മുടെ ബാംബു ചാർക്കോൾ പാനൽസ് ആണ്. ഇവിടെ നമ്മൾ 2 പാനൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ഫീൽ ടെക്സ്ചർ ഉള്ളതും പിന്നെ ഈ മിറർ ഫിനിഷും കൂടിയാണ് നമ്മൾ കോമ്പിനേഷൻ ആയിട്ട്. സ്കിൻ ഫീൽ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ തൊടുന്ന സമയത്ത് നമുക്ക് ഒരു സ്മൂത്ത് വരും. നമ്മൾ ടൈലിലൊക്കെ ഒരു പോഷ് ഫിനിഷ് ടൈൽ എന്നൊക്കെ പറയുന്നത് പോലെ ഈ ലാമിനേറ്റിൽ ഒരു ബേബി ടച്ച് ഫിനിഷ് വരുന്നു എന്നുള്ളതാണ്. ഈ മിറർ ഫിനിഷ് വരുന്നതും സെയിം നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഈ ബ്ലാക്ക് കളർ മിറർ മാത്രമാണ്. ഇത് ശരിക്കും ബ്ലാക്ക് കളറാണോ ഈ മിറർ? ഗ്രേ മിറർ ആവരാ. അതിൽ ഗോൾഡൻ മിറർ ഒക്കെ വരുന്നുണ്ട്. ഗോൾഡ് മിറർ ഉണ്ട്, ഷാമ്പയിൻ ഗോൾഡൻ വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്, ഗ്രേ മിറർ ഉണ്ട്, നോർമൽ മിറർ ഉണ്ട്. ശരി. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു കിങ് സൈസിൽ വരുന്ന ബെഡാണ്. അതിൽ ഹെഡ് ബോർഡായിട്ട് കുഷൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വാർഡ്രോബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് വാർഡ്രോബാണ്. ഒരു ക്രീമി ഓഫ് വൈറ്റ് പ്ലസ് ബ്ലാക്ക് തീമാണ് വാർഡ്രോബിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും അസാം ഈ ഒരു പ്രൊഡക്റ്റ് ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ? തീർച്ചയായും. ഇതിന്റെ എങ്ങനെയാണെന്ന് ഈ ഫിനിഷസ് നമുക്ക് കാലാകാലം ഉണ്ടാവും. നമുക്ക് ആ കളർ ഫീഡിങ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എക്സ്റ്റീരിയർ പർപ്പസിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും? എക്സ്റ്റീരിയറിന് നമ്മൾ പ്രിഫർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് UV പ്രൊട്ടക്ഷൻ ഇല്ല. വാട്ടർ പ്രൂഫ് ആണ്, പക്ഷേ UV പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കാരണം കളർ ഫീഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല എക്സ്റ്റീരിയർ. ഓക്കെ. വാൾ പാനലിംഗ് അല്ലാതെ സീലിംഗ് പാനലിങ്ങിനോ അല്ലെങ്കിൽ ഫ്ലോറിങ്ങിനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ച്വലി ഫ്ലോറിങ്ങിന് പറ്റില്ല, പക്ഷേ സീലിംഗിന് ആക്ച്വലി നമുക്ക് ബാംബു ചാർക്കോൾ യൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് വേറൊരു മെറ്റീരിയൽ ഉണ്ട്, ഹണികോം പാനൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഇന്നോവേറ്റീവ് ഐറ്റം. ഹണികോം പാനൽ എന്താണ്? ആ ഒരു പാനലിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? നമുക്കത് അലൂമിനിയം, ഫുള്ളി അലൂമിനിയം ആണ് വരുന്നത്. 6 mm തിക്നെസ്സിൽ ഒരു ഷീറ്റാക്കി 3.5 kgs വരുന്നുള്ളൂ. സൈസ് എത്രയാണ് ഷീറ്റിന്റെ വരുന്നത്? 8x4 ആണ് വരുന്നത്. ഓക്കെ. അത് സീലിംഗിൽ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് ഒരു 40 yearsനേക്ക് ഒരു പ്രശ്നം വരില്ല. ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്, ഫുള്ളി അലൂമിനിയം ആണ് വരുന്നത്. വാട്ടർ പ്രൂഫ് ആണ്, ഇതുപോലെ ചെതൽ കടിക്കില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. അതിന്റെ ഫിനിഷ് ഹണികോംബ് പാനൽസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ സ്ട്രക്ചർ ഹണികോംബ് ആയതുകൊണ്ടാണ് ഹണികോംബ് പാനൽസ് എന്ന് പറയുന്നത്. നമുക്ക് ജിപ്സം സീലിംഗിന്റെ കൂടെയൊക്കെ അത് കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ജിപ്സം ആക്ച്വലി നമുക്ക് ജിപ്സത്തിന് വരുന്ന പ്രശ്നം ഈ നനവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിള്ളൽ കാര്യങ്ങളൊക്കെ വരും. ഇതിന് ആ പ്രശ്നം വരുന്നില്ല. ജിപ്സത്തിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് ആണ്. സ്റ്റെയർ കേസിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും PVC ലാമിനേറ്റ് ചെയ്ത് നല്ല ലക്ഷറി ഫിനിഷിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. സ്റ്റെപ്പുകൾക്കെല്ലാം അതേപോലെ ലാൻഡിംഗ് ഏരിയക്കെല്ലാം സോളിഡ് വുഡാണ് സ്റ്റെപ്പുകളായിട്ട് നൽകിയിരിക്കുന്നത്. കൈപിടിക്കുന്ന ഭാഗത്ത് ഇതേപോലെ വുഡൻ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നു. മറ്റു ഭാഗങ്ങളിലെല്ലാം ടഫൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഹാങ്ങിങ് ലൈറ്റിന് മുകളിൽ സീലിംഗ് ഭാഗത്ത് ഇതേപോലെ COB ലൈറ്റുകൾ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. സ്റ്റെയർ കേസിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു പാസേജ് സ്പേസിലേക്കാണ്. ഇവിടെ വലിയ ഒരു വിൻഡോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കർട്ടൻസ് നൽകിയിരിക്കുന്നു. ഈ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള പാറ്റിയോ സ്പേസിലേക്കുള്ള വിഷ്വൽസ് കാണാൻ സാധിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ വീടിൻ്റെ ഒരു പ്ലാനിങ് നടന്നിരിക്കുന്നത്. ഈ ഒരു പാസേജ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റും ചാർക്കോൾ പാനലും ജിപ്സം പാനലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ്സുകളെല്ലാം COB ലൈറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നു. താഴോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബ്ലാക്ക് കളർ ലൈറ്റുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാസേജ് സ്പേസ് നേരെ കടന്നു പോകുന്ന ഒരു ബെഡ്റൂം സ്പേസിലേക്കാണ്. എല്ലാ റൂമുകൾക്കും ലിൻഡൽ ഹൈറ്റ് 2.40 8 അടി നൽകിയത് കൊണ്ട് തന്നെ ഡോർസ് ഒക്കെ ഹെവി ഡോർസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയായിട്ട് വാൾ പാനലിങ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അസാം ഇവിടെ ഈ ഒരു വാൾ പാനൽ കംപ്ലീറ്റ് ആയിട്ട് ചാർക്കോൾ പാനലല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? അതിലൊരു 3D ഒരു എംബോസ്ഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇതേപോലെ ഉള്ളിലൊരു എക്സ്ട്രൂഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന സമയത്തെ നമ്മളിപ്പം ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മൾ പ്ലൈവുഡിലോ മൾട്ടിവുഡിലോ ചെയ്യേണ്ടതായിട്ട് വരില്ലേ?
നമുക്കിങ്ങനെ ഇതുപോലെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രൂഷൻ ഉള്ള രീതിയിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അതിന്റെ റിക്വയർമെന്റ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ പ്ലെയിൻ ആയിട്ട് മതിയെങ്കിൽ ഡയറക്റ്റ് വോളിലേക്ക് തന്നെ ചെയ്യാവുന്നത്. പുട്ടിയിടണോ അല്ലെങ്കിൽ പുട്ടിയിടാതെ ചെയ്യാൻ പറ്റും? പുട്ടിയിടാതെ തന്നെ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് അത് എഫക്ട് ചെയ്യുന്നില്ല, ഇത് കവർ ചെയ്യാണല്ലോ ചെയ്യുന്നത്. പക്ഷെ നല്ല വലിയ ബെൻഡ് വരുന്ന ചുമരുകളാണെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് മാറും. ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇൻസ്റ്റാളേഷൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് ആദ്യം ക്ലിയർ ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഇപ്പം വളരെ ബെൻഡുള്ള വാളുകളൊക്കെ ആണെങ്കിൽ അതൊന്ന് പുട്ടിയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷിങ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടും അല്ലേ? ഇവിടെ ഈ ഗ്രൂസ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാ ശരിക്ക്? രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ തന്നെ ബ്ലാക്ക് ചാനൽസ് വരുന്നുണ്ട്, അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതിലിപ്പോ നമ്മളത് യൂസ് ചെയ്തിട്ടില്ല, ഇത് നമ്മളല്ലാതെ തന്നെയാണ് സെപ്പറേറ്റ് ആ പ്ലൈവുഡിന് തന്നെ ഗ്രൂസ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? നമുക്ക് ഫാബ്രിക് ഫിനിഷ് ആണ് ഈ വരുന്നത്. റൈറ്റ്. ഇതിനകത്ത് ഹെഡ് ബോർഡിൽ നൽകിയിരിക്കുന്ന ഈ ഒരു കുഷൻ, ഇതൊരു ശരിക്കും നല്ലൊരു കുഷൻ പാനലായിട്ട് തന്നെ നമുക്ക് റെഡിമെയ്ഡ് പാനലായിട്ട് അവൈലബിൾ ആവുന്നതാണ്. നമ്മുടെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഇത്തരത്തിലുള്ള പാനൽസിനൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് അവൈലബിൾ ആണ്, 8 ഫീറ്റ് ലെങ്ത്തിൽ നമുക്ക് അവൈലബിൾ ആവുന്ന പാനൽസ് ആണ്. ഡയറക്റ്റ് നമുക്ക് ഇതേപോലെ കുഷൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പോർട്ട് ഇൻറ്റീരിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോയിൽ നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നതും പാനലിങ് ചെയ്തിരിക്കുന്നതൊക്കെ ചാർക്കോൾ പാനലാണ് അല്ലേ? ഈ ഭാഗത്ത് ഇതൊക്കെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും അല്ലേ? ബെൻഡ് ചെയ്യാം, 45 ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമുക്ക് കോർണറിൽ ഇങ്ങനെ എല്ലാ സമയവും നമ്മൾ 45 ചെയ്യാം. ചില സമയത്ത് ചാനലുകൾ കൊടുക്കുന്നതാണല്ലോ. ഔട്ടർ ചാനൽ വരുന്നുണ്ട് ഇതിന്. ആക്ച്വലി നമുക്ക് ഇപ്പോൾ കൂടുതൽ തട്ടൽ മുട്ടൽ വരുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി ഇതുപോലെ അലൂമിനിയം ചാനൽസ്, ഔട്ടർ ചാനൽസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാർഡ്രോബിന്റെ ഷട്ടേഴ്സ് നല്ല ഭംഗിയുള്ള ഷട്ടേഴ്സ് ആട്ടോ. ഇത് സ്ലൈഡിങ് എഫക്റ്റ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിങ് എഫക്റ്റ് ആണ് നമുക്ക് ലഭിക്കുക. ജെർമിനേഷൻ എന്ന് പറയുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സ്ലൈഡിംഗ് ഷട്ടേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിൽ വരുന്ന ഒരു ബേ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഇതിനെല്ലാം ബോർഡർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെയുള്ള ബ്ലൈൻഡുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന പാനലിങ് ചാർക്കോളിൽ വരുന്നതാണോ? ഇത് നമ്മുടെ UV മാർബിൾ ഷീറ്റ്സ് ആണ് വരുന്നത്. UV മാർബിളിൽ വരുന്നത് 2 mm ന്റെ UV മാർബിൾ ഷീറ്റ്സ്, ഹൈ ഗ്ലോസി ആണ് വരുന്നത്. ഓക്കെ. അതായത് ഈ ഒരു മാർബിളിന്റെ സെയിം ടെക്സ്ചറിൽ ഇതിന്റെ തന്നെ വേറെയും കോമ്പിനേഷൻസ്, ഡിസൈൻസ്, പാറ്റേൺസ് ഒക്കെ അവൈലബിൾ ആണ്. റൈറ്റ്. അപ്പോൾ ബാക്ക് സൈഡിൽ ചെയ്തിരിക്കുന്നതൊക്കെ വെനീർ ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്, ആ ഒരു വുഡൻ ടെക്സ്ചർ ഫിനിഷ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ബേ വിൻഡോ സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഈ ഒരു പാറ്റിയോ സ്പേസ് വീടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആട്ടോ. കാരണം വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ പാറ്റിയോ സ്പേസിലേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനിങ് ചെയ്തിരിക്കുന്നത്. വളരെ മികച്ചൊരു പ്ലാനിങ് തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം സൈസ് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ഫീറ്റ് ഏരിയ നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷറി വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയിലേക്ക് ഈ വീടിൻ്റെ ഏരിയ ടോട്ടൽ ഏരിയ വന്നിട്ടുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും സൈഡ് ടേബിളുകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. എല്ലാ വാർഡ്രോബുകളും ഇത്തരത്തിലുള്ള സ്ലൈഡിംഗ് ഷട്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ഫിനിഷിൽ വരുന്ന സ്ലൈഡിംഗ് ഷട്ടേഴ്സാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് ഈ ഭാഗത്താണ്. സ്റ്റോറേജ് സ്പേസും മാർബിൾ ഷീറ്റ് ഉപയോഗിച്ചാണ് അല്ലേ? UV മാർബിൾ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിരിക്കുന്നത്. ഇത് തിന്നായിട്ട് നമ്മുടെ നോർമൽ ലാമിനേറ്റ് പോലെ വരുന്നൊരു ഷീറ്റ് അല്ലേ? 2 mm തിക്നെസ്സിൽ വരുന്ന ഷീറ്റാണ്. അത് നമുക്ക് നോർമൽ ഗം ഉപയോഗിച്ചിട്ട് പ്ലൈവുഡിൻ്റെ മുകളിലെയും മൾട്ടിവുഡിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന കേസിലാണ് അത് വരുന്നത്. അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്സ്റ്റെയറിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാൾ പാനൽ ചെയ്തിരിക്കുന്നത് വാൾ പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. പ്ലസ് അതോടൊപ്പം കോമ്പിനേഷൻ ആയിട്ട് നിങ്ങളുടെ പാനലല്ലേ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ബാംബു ചാർക്കോൾ പാനൽസ് ആണ്. നല്ല ഭംഗിയിൽ കറക്റ്റ് ഒരു വുഡിൻ്റെ ഫിനിഷിൽ തന്നെ അത് ഫിനിഷ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആ ഒരു വുഡൻ ടെക്സ്റ്റേഴ്സ് ഒരെണ്ണം മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഈ ഒരു വുഡൻ ടെക്സ്റ്റേഴ്സ് ആണ്. 10-ലധികം വുഡൻ ടെക്സ്റ്റേഴ്സ് ആണ്. വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളുടെ ഗ്രെയിൻസ് വെച്ചിട്ടുള്ള പാനൽസ് അവൈലബിൾ ആണ്. കിങ് സൈസിലാണ് കേട്ടോ കട്ടിലിൻ്റെ സൈസ് വരുന്നത്. അവിടെ ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഇവിടെ സൈഡ് ടേബിളിന് പകരം ചെറിയൊരു നിഷാണ് നൽകിയിരിക്കുന്നത്. സെയിം ടെക്സ്ചർ തന്നെയാണ് ഇവിടെ വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. ആ ഒരു കട്ടിലിൻ്റെ കോട്ടിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് എല്ലാ ബെഡ്റൂമിലും വാർഡ്രോബിൻ്റെ സൈഡ് നൽകിയിരിക്കുന്നത്. ഡോറുകൾ ജെർമിനേഷൻ്റെ ഡോറുകളാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. ഒരു പ്രീമിയം സ്ലൈഡിങ് എഫക്റ്റ് കിട്ടാൻ ഈ ഒരു ജെർമിനേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ 5 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആകൃതി ഇൻറ്റീരിയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സിന് നമുക്കൊന്ന് പരിചയപ്പെടാം. അവർ നമ്മളോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. ഇവരാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തിരിക്കുന്നത്. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്? അനൂപ്. എൻ്റെ പേര് നിമേഷ്. സ്ഥാപനത്തിൻ്റെ പേര് കൂടെ ഒന്ന്. ആകൃതി ഇൻറ്റീരിയർ ആർക്കിടെക്ട്സ് എന്ന സ്ഥാപനമാണ് നമ്മുടെ. ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് കാലടിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ്
എങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? അവരുടെ ആവശ്യം എന്തായിരുന്നു? നിങ്ങൾ നല്ല ലക്ഷറി ഫീലാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർ എന്ത് ആവശ്യമായിട്ടായിരുന്നു ഫസ്റ്റ് വന്നിരുന്നത്? നമ്മുടെ അടുത്ത് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞത് 5 ബെഡ്റൂമുള്ള ഒരു വീട് വേണം, എല്ലാം സ്പേഷ്യസ് ആയിരിക്കണം എന്ന് മാത്രമാണ് നമ്മളോട് ആവശ്യപ്പെട്ടുള്ളൂ. ശരി, അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇവരെ കാണിച്ച് 3D കാണിച്ച് അപ്രൂവൽ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏതാണ്ട് എത്രത്തോളം സമയം എടുത്തു ഈ ഒരു സ്റ്റൈലിൽ? സ്റ്റാർട്ട് ചെയ്തിട്ട് 8ാമത്തെ മാസം ഹാൻഡ് ഓവർ ചെയ്തു. അതായത് കൺസ്ട്രക്ഷൻ അടക്കം 8 മാസം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തു. ഓ ശരി, ഇൻറ്റീരിയർ പ്രൊജക്റ്റുകൾ അടക്കം ഉൾപ്പെടെ. റൈറ്റ്. അപ്പം നിങ്ങളിപ്പം ഇൻറ്റീരിയർ വിങ്ങും നിങ്ങളുടെ തന്നെയാണ്, കൺസ്ട്രക്ഷൻ വിങ്ങും നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ട് ഇപ്പോൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? 15 വർഷമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ളൊരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? പൂർണ്ണ സംതൃപ്തരാണ്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ ഇവരുടെ ഗോഡൗണിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ, ടച്ച് ആൻഡ് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ വരേണ്ടത് ഇവിടെയാണ് അല്ലേ? ശരിക്കും സ്ഥലം ഇതേതാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എടപ്പള്ളി ലുലു 4 കിലോമീറ്റേഴ്സ് ആക്ച്വലി എളമക്കര എന്ന സ്ഥലത്താണ്, അവിടെയാണ് ഗോഡൗണുകൾ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത് അല്ലേ? 8x4 സൈസിൽ വരുന്ന ഷീറ്റ് അല്ലേ? 5 mm തിക്നെസ്. ഈ രീതിയിലാണ് ബാംബു ചാർക്കോൾ പാനലുകൾ നമുക്ക് അവൈലബിൾ ആവുക. ഇവിടുന്ന് നമുക്ക് നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റാക്കിൽ കാണുന്നത് മുഴുവൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മിറർ ഫിനിഷസ് വരുന്നുണ്ട്, സ്റ്റോൺ ഫിനിഷസ് വരുന്നുണ്ട്, മാർബിൾ ഫിനിഷസ് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ആ വീട്ടിൽ കണ്ടിരുന്നോ ഈ ഒരു മോഡൽ? അതെ, ഈ മോഡൽ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്റ്റോൺ ഫിനിഷ് എന്ന് പറയുന്നു അല്ലേ? ഇത് ആ ഒരു ഗ്ലിറ്ററി സീരീസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സ്പോട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ കാണാമെന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഗ്ലോസി ഫിനിഷിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് കാണിക്കാം. മുകളിലൊക്കെ വരുന്ന മിറർ ഫിനിഷ് കാണിച്ചു. ഇതാണല്ലേ? മിറർ ഫിനിഷിലാണ് വരുന്നത്. ഗോൾഡ് മിറർ. ഓക്കെ, ഈ ഒരു ആംബിയൻസ് വരും. ഇതിന്റെ മുകളിൽ സ്റ്റിക്കർ വരുന്നില്ല? ഫിക്സിന് ശേഷം അത് പറിച്ചാൽ മതിയാവും അല്ലേ? ഇതിന്റെ തന്നെ വലിയ സൈസും വരുന്നുണ്ട്. 9.5 അടി വലുപ്പത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ലൂവേഴ്സ് അല്ലേ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ബെഡ്റൂമിൽ WPC ലാണ് ഇത് വരുന്നത് മൊത്തം അല്ലേ? ഈ കളേഴ്സ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് സ്കിൻ ഫീൽ ആണ് ഈ വരുന്നതെല്ലാം. ഇത് പുതിയൊരു മോഡലിലാണ് ഈ വന്നത്. ഈ ഫ്ലൂട്ട്സ് ഇൻവേർട്ടും ഔട്ട്വേർഡും വരുന്ന ഫ്ലൂട്ട്സ്. ശരി, ഇതൊക്കെ ശരിക്കും മാർബിളിന്റെ ഫിനിഷിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? മാറ്റ് ഫിനിഷ് ആണ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ലെതർ ടച്ച് ഫീൽ ആണ് ഇതിനകത്തേക്ക് വരുന്നത്. നമുക്ക് ഇവിടെ വന്ന് എല്ലാം ടച്ച് ഫീൽ ചെയ്തിട്ട് നമുക്ക് നമ്മളിപ്പം നേക്കഡ് ആയിക്കൊണ്ട് കാണുന്നത് പോലെയല്ല, നമ്മൾ ഇതിൽ തൊടുന്ന സമയത്ത് ഇതിന്റെ ഒരു ടെക്സ്ചർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോർമൽ നമുക്കൊരു ലാമിനേറ്റിൽ കിട്ടുന്നതിനേക്കാളും ഡെപ്ത് ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ വേറെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്, സീലിംഗിന് യൂസ് ചെയ്യാൻ പറ്റിയ ഹണികോം പാനൽസ് വരുന്നത് അല്ലേ? ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് മുഴുവൻ അലുമിനിയം ഫോയിൽസ് ആണ് വരുന്നത്. ഫുള്ളി അലൂമിനിയം ആണ്. ഇതിന്റെ സ്ട്രക്ചർ ഹണികോം സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇത് നമ്മൾ അലൂമിനിയം ഹണികോം പാനൽസ് എന്ന് പറയുന്നത്. ഓ ശരി. ഇത് ആക്ച്വലി സാൻഡ്വിച്ച്ഡ് ആണ്. അലൂമിനിയം ലെയർ കൊണ്ട് തന്നെ സാൻഡ്വിച്ച്ഡ് ഹണികോം സ്ട്രക്ചർ ആണ് ഇത് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഫിംഗർ കൊണ്ട് പോലും നമുക്ക് ഉയർത്താൻ പറ്റും അല്ലേ? വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ കൂടെയാണ്, അതേപോലെ ആന്റി ടെർമൈറ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. ഞാനിതൊന്ന് ഇതിന്റെ സ്റ്റിക്കർ ഒന്ന് മാറ്റിക്കോട്ടെ. നമുക്ക് ഇതിന്റെ ഫിനിഷ് അറിയാൻ പറ്റും. ഇതിപ്പോ ഏത് കളറിലാണ്? വൈറ്റ് കളറാണ്. ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത്. ഓഫ് വൈറ്റിലാണ് വരിക. ഇതിന്റെ വേറെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് നമുക്ക്. അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു ഓഫ് വൈറ്റ് കളേഴ്സ് ആണ് അവൈലബിൾ. അത് സീലിംഗിൽ നമുക്ക് വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ റാഫി ബ്രോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഡാമേജ് ഉള്ള വോളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അഡസീവ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡസീവ് പൊളിഞ്ഞു വരും. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ ചാനൽസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ അലൂമിനിയം ചാനൽസ് ആണ് നമ്മൾ ഇതിന് ആക്സസറീസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ചാനൽസ് എന്ന് പറയുന്നത് അല്ലേ? ഇന്റർലോക്കിംഗ് ആണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ശരി, അപ്പൊ ഇതാ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഫിക്സ് ചെയ്യാനും എളുപ്പമാണ്. ഇതാണ് ജോയിന്റ് ചാനൽ വരുന്നത്. നമ്മൾ ഇവിടെ സ്ക്രൂ ചെയ്യും. സ്ക്രൂ ആണെങ്കിൽ കാണില്ല, അത് ഭിത്തിയിൽ സ്ക്രൂ ചെയ്ത് വെക്കും. എന്നിട്ട് അതിനകത്തേക്ക് ഈ ഒരു പാനൽ കയറ്റി വെക്കും. ഈ സൈഡിലും ഇതേപോലെ പാനൽ കയറ്റി വെക്കും. ഇതിന്റെ എൻഡ് ഗ്യാപ്പ് വരും അല്ലേ? ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു തിക്നെസ് മാത്രമായിരിക്കും പുറത്ത് വിസിബിൾ ആവുക. ബ്ലാക്ക് കളർ അല്ലാതെ ഏതൊക്കെ ഫിനിഷാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്? സിൽവർ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, ഗോൾഡ് ഫിനിഷസ് അവൈലബിൾ ആണ്. ഫിനിഷസ് അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും അവസാനം ഈ കാണുന്ന ഈ വലിയ ചാനലുകളൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? അലൂമിനിയം ഹണികോം പാനൽസ് പറഞ്ഞിട്ടുണ്ട്. സീലിംഗിൽ യൂസ് ചെയ്യുന്ന പാനൽസ്. അപ്പോൾ സീലിംഗിന്റെ ഇടയിൽ നമുക്ക് ഇതേപോലെ ചാനൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്.
ഇത് റിപ്പിൾ ഷീറ്റുകളാണ് അല്ലേ? അതെ, റിപ്പിൾ ഷീറ്റ്സ്. ഇതിന്റെ പർപ്പസ് എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇതുപോലെ സീലിംഗ്സിൽ യൂസ് ചെയ്യാം. ഇപ്പൊ പില്ലർ ചെയ്ത റൗണ്ട് പില്ലർ നമ്മൾ പറഞ്ഞു ബെൻഡ് ചെയ്യാൻ പറ്റും. അത് ബെൻഡ് ചെയ്തതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഈ ഷീറ്റിന് തിക്നെസ് ഉണ്ടോ? ഇത് 5 mm തിക്നെസ് ഉണ്ട്. 5 mm സെയിം ചാർക്കോൾ പാനലിന്റെ തിക്നെസ് തന്നെ ഇതിന് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ചാർക്കോൾ പാനലാണ്. ചാർക്കോൾ പാനലാണ്. അതിന്റെ ഫിനിഷ് ഇങ്ങനെയാണ് വരുന്നത് മാത്രം അല്ലേ? റൈറ്റ്. ഇത് നമുക്ക് സീലിംഗിൽ യൂസ് ചെയ്യാം, അത് എവിടെയെങ്കിലും ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതേപോലെ റൗണ്ട് സർഫസിലും യൂസ് ചെയ്യാൻ സാധിക്കും അല്ലേ? ഇതിന്റെ തന്നെ സിൽവറും ബ്ലാക്ക് കളറും നമുക്ക് അവൈലബിൾ ആണ്. യെസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രേഡിഫൈഡ് ട്രേഡേഴ്സിന്റെ ഗോഡൗണിലാണ്. കാരണം കേരളത്തിൽ ഇവരാണ് ഹംപ്ടൺ ഡെക്കോറിന്റെ പ്രൊഡക്ട്സുകളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് അല്ലേ? ഇവിടെ നിന്നാണ് നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഡെലിവറി കൊടുക്കുന്നത്. സോ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നോക്കണമെങ്കിൽ ഓൾറെഡി നമ്മൾ മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് തോന്നുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരുവിധ മാർക്കറ്റക്സിന്റെ അടുത്തൊക്കെ ഈ സാധനം എത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ആർക്കെങ്കിലും ഇത് ഇനിയും ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? എളമക്കര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഈ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാം. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമല്ലോ അല്ലേ? കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സുകൾ ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം വീഡിയോയിൽ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണാം.